നല്ല ക്രിസ്പി പക്കുവട. ഇതാ കണ്ടോ. അപ്പോൾ ഇതുണ്ടാക്കാൻ കുറച്ച് നല്ല ടിപ്സ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്കൊന്ന് നോക്കാം. ഹലോ, ഹായ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നിതാ ഞാനൊരു സ്പെഷ്യൽ ഐറ്റമായിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ. അപ്പോൾ നമ്മൾ ഐറ്റത്തിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ചെറിയൊരു റിക്വസ്റ്റ്, നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കോളിഫ്ലവറിൻ്റെയും ക്യാബേജിൻ്റെ എല്ലാം കൃഷി ഞാൻ കാണിച്ചിരുന്നല്ലോ, വീഡിയോ ഇട്ടിരുന്നു. കോളിഫ്ലവർ പറിച്ചപ്പോൾ ക്യാബേജ് റെഡി ആയിട്ടില്ല. ഇപ്പോഴാണ് ക്യാബേജ് എല്ലാം റെഡിയായി വന്നത്. അപ്പം നമുക്കിതുപോലെ 1-2 ക്യാബേജ് പറിച്ചെടുത്തിട്ട് ഒരു അടിപൊളി ഐറ്റം ചെയ്യാം കേട്ടോ. ഇതാ 2 ക്യാബേജും പുറത്തുള്ള ഇലകളെല്ലാം പോക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ക്യാബേജ് ഇതുപോലെ 2ആയി മുറിക്കുക കേട്ടോ. നടുമുറിച്ചിട്ട് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുന്നത്. വലിയ കഷ്ണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീളത്തിന് ഇനി കുഞ്ഞു കുഞ്ഞു ആക്കണ്ട. എന്നിട്ടിങ്ങനെ നൈസാക്കിയിട്ട് അരിഞ്ഞെടുക്കുക കുറച്ച്. കണ്ടല്ലോ, ഇതാ ഇങ്ങനത്തെ കഷ്ണങ്ങളാക്കിയാണ് അരിഞ്ഞെടുക്കേണ്ടത് കേട്ടോ. അപ്പം ഞാൻ ഈ 2 ക്യാബേജും ഇതുപോലെ അരിഞ്ഞെടുക്കട്ടെ. നടുവിലെ സ്റ്റെമ്മ് ഇതുപോലെ കുറച്ച് കട്ടിയായിട്ടുള്ള ഹാർഡായിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണേ. ഇതാ, എന്നിട്ട് നമ്മൾ ഇതുപോലെ അരിയണം. ക്യാബേജൊക്കെ മുറിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് കഴുകിയിട്ട്, ഒരു പ്രാവശ്യം കഴുകിയാൽ മതി കേട്ടോ. നല്ല പോലെ ഒന്ന് കഴുകിയിട്ട് വെള്ളം വാരാൻ വെക്കണം. ഇതാ കഴുകിയിപ്പം വെള്ളം വാരാൻ വെച്ചതാണ് കേട്ടോ. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി സാധനങ്ങൾ എന്തെല്ലാം വേണ്ടതെന്ന് നോക്കാം. ഇനി ഇത് അതിലേക്ക് എടുത്തത് ഞാൻ 2 സവാള, ഇതാ ഇതിൻ്റെ നടുവെല്ലാം ഇതുപോലെ ഒന്ന് പോക്കിയതാണ്. ആ ഹാർഡായിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ഒരു വലിയ സവാളയും ഒരു ചെറുതും. ഇതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് അറിയോ? കുറച്ചിങ്ങനെ നീളത്തിന് തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം ഇതാ സവാള മുഴുവൻ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ വെള്ളം വാരാൻ വെച്ചില്ലേ കാബേജ്, അത് കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇനി രണ്ടും കൂടെ ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ബാക്കി എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണ്ടത് നോക്കാം നമുക്ക്. ഇതൊന്ന് പാത്രം മാറ്റാം, നമുക്ക് വലിയ പാത്രത്തിലേക്ക് ഇടാം കേട്ടോ. അപ്പം നല്ല പോലെ മിക്സ് ചെയ്യാം. ഇപ്പം ഞാൻ 2 ക്യാബേജ് എടുത്തുകൊണ്ടാണ് 2 സവാള എടുത്തത്. നിങ്ങൾ 1 ക്യാബേജ് എടുക്കുന്നെങ്കിൽ 1 സവാള എടുത്താൽ മതി കേട്ടോ. സവാള ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കും ചെയ്യാം കേട്ടോ. പക്ഷേ ഇത് എണ്ണയിൽ മൊരിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. സവാളേൻ്റെ ഒരു നല്ലൊരു സ്മെല്ലെല്ലാം വരും. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഇതാ ഒരു 1.5 ടീസ്പൂൺ പോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു 2 ചെറിയ പച്ചമുളക് കേട്ടോ. 2 പച്ചമുളക് അരിഞ്ഞതാണ്. പിന്നെ 1 ടീസ്പൂൺ ചില്ലി പൗഡർ, മുളക് പൊടി, നല്ല റെഡ് ചില്ലി. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതാ ഒന്ന് ചെറുതായി കൊത്തി അരിഞ്ഞ കുറച്ച് ഇഞ്ചി. പിന്നെ ഇതാ കുറച്ച് മുളക്, അതായത് ചില്ലി ഫ്ലേക്സ് എന്നറിയും, മുളക് പൊടിച്ചതാണ്. ഒന്ന് ഉണങ്ങിയിട്ട് നല്ല ഡ്രൈ ആകുമ്പോൾ കൈ കൊണ്ട് തന്നെ പൊടിച്ചാൽ മതി. ആവശ്യത്തിന് ഉപ്പിടുക കേട്ടോ. ഉപ്പ് എല്ലാം അവരവരുടെ പാകത്തിന് ഇട്ടുകൊള്ളുക. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ പോലെ നമ്മുടെ ജീരകം, നല്ല ജീരകമാണ്, നല്ല ജീരകം. പിന്നെ ഇതാ വളരെ ടേസ്റ്റ് മേക്കർ 1 ടീസ്പൂൺ അജ്വൈൻ,
നമ്മൾ എന്താ അയമോദകം എന്ന് പറയുമോ കേട്ടോ, അജ്വൈൻ. അത് നല്ലോണം ഒന്നിങ്ങനെ കൈകൊണ്ട് നല്ലോണം ഞെരുടി ഇടണം. പിന്നെയുള്ള ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി കേട്ടോ. ഇത് ഹോം മെയ്ഡാണ്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് കൂടെ ചേർത്തു. പിന്നെ ഇതാ നല്ല പോലെ കൊത്തി എരിഞ്ഞ മല്ലിയില. പിന്നെ ഇതാ 1 മുറി ചെറുനാരങ്ങ നീര് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഉള്ളി, കാബേജ് എല്ലാം നല്ല പോലെ മിക്സ് ചെയ്ത് ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് ബേസിൻ പൗഡർ, അതായത് കടലപ്പൊടി ഇടാം കേട്ടോ. പിന്നെ നല്ലൊരു ക്രിസ്പിയായി കിട്ടാൻ വേണ്ടി 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് നല്ല പോലെ മിക്സ് ചെയ്യുക. നല്ല പോലെ മിക്സ് ചെയ്തു. ഇനിയിപ്പം നമ്മളിതാ ഇങ്ങനെയൊന്ന് പിടിച്ച് നോക്കുക. അധികം ബലം പ്രയോഗിക്കേണ്ട, ഇങ്ങനെ പിടിച്ചാൽ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് മതി കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നോക്കുക. ഇതാ കണ്ടോ. അപ്പോൾ ഇത് മതി. ഇനി അങ്ങനെ ആകുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ പൊടി ആഡ് ചെയ്യുക കേട്ടോ. നമ്മളിതിൽ വെള്ളം തീരെ ചേർക്കുന്നില്ല. ഒരു 5 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് നല്ല ക്രിസ്പി ആകാൻ വേണ്ടി നമ്മളിതാ കുറച്ച് ചൂട് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. എന്നിട്ടൊന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് റെസ്റ്റ് ഒന്നും ചെയ്യാൻ വെക്കണ്ട, ഇപ്പം തന്നെ ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതാ നിങ്ങൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് കേട്ടോ, മറന്നും പോകരുത്. ഓക്കെ, ഇനി നമുക്കിത് ചുട്ട് തുടങ്ങാം. എണ്ണ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നല്ല പോലെ ചൂടാക്കുക കേട്ടോ. ചൂടായി കഴിഞ്ഞാൽ ഇതാ ഇപ്പോൾ നല്ല ചൂടായിട്ടുണ്ട്, ഒന്ന് മീഡിയം ഫ്ലെയിമിലിടുക. എന്നിട്ട് നമ്മൾ ഇതിന്ന് ഇതാ കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് വെറുതെ ഇങ്ങനെ പിടിച്ചാൽ മതി കേട്ടോ, പ്രസ്സൊന്നും ചെയ്യണ്ടേ. വെറുതെ പിടിച്ചിട്ട് ഇതാ എണ്ണയിലിടുക. ഇട്ടുടനെ ഇളക്കരുത് കേട്ടോ. ഇതാ ഒരു ഭാഗം വേകുമ്പോൾ തിരിച്ചിട്ട് മറ്റേ ഭാഗം അതുപോലെ വേവിച്ചെടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കരുത്, അതുപോലെ ലോ ഫ്ലെയിമും പാടില്ല. ലോ ഫ്ലെയിമായാൽ ഇത് എണ്ണ കുടിക്കും, വേവില്ല, കുഴഞ്ഞൊലിക്കും. ഹൈ ഫ്ലെയിമായാൽ പുറമെ മാത്രം കരിയും, ഉള്ളു വേവില്ല. അപ്പം ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് എല്ലാ പക്കോടയും ഒന്ന് വേവിച്ചെടുക്കട്ടെ കേട്ടോ. ഇതാ ഒന്നാമത്തെ ട്രിപ്പ് പക്കോട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒന്നാമത്തെ ട്രിപ്പ് കാബേജ് പക്കോട റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കി കൂടെ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കട്ടെ. ഇതാ ഇപ്പോൾ പക്കോട മുഴുവനും റെഡി ആയി കഴിഞ്ഞു കേട്ടോ. വളരെ ടേസ്റ്റിയാണ് കേട്ടോ അത് കഴിക്കാൻ. ഇനി നിങ്ങൾ കാബേജ് കിട്ടുമ്പോൾ ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കണം. നമ്മളെപ്പോഴും ഉപ്പേരിയല്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ വളരെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും വളരെ വളരെ നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, സീ യു.